ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലൂടെ 1K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് ഇന്ന് 1K സ്പെഷ്യൽ മിനി കേക്ക്സ് ആണ് ചെയ്യുന്നത്. കപ്പ് കേക്ക്സ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. ആദ്യം ഒരു അരിപ്പിലോട്ട് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. മുട്ട ഒന്ന് പതിഞ്ഞു തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആവുന്നത് വരെ നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നല്ല ക്രീമി ആയി വന്ന ശേഷം ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 കപ്പ് പാൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും മൊത്തത്തിൽ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ 2-3 പോർഷനായിട്ട് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ നമ്മളിപ്പോൾ ഫ്ലേവർ ഒന്നും ചേർത്തിട്ടില്ല. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൈഗറിൻ്റെ പിസ്താഷ്യോൻ്റെ ഫ്ലേവറാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു കളറും കൂടി കിട്ടുന്നതായിരിക്കും. ഫ്ലേവർ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഞാൻ ബാറ്റർ മുഴുവൻ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ കപ്പ് കേക്ക്സിൻ്റെ മോൾഡിലോട്ട് നിറച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനകത്ത് ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ചൂട് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ മുകളിൽ കളറൊക്കെ ഒന്ന് ഫെയ്ഡായി പോകും കേട്ടോ. ഇനി മിനി കേക്ക്സിൻ്റെ ഐസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് സ്റ്റിഫ് പീക്സ് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മിനി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് കേക്ക്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ കേക്കിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ലെയർ കിട്ടും. ഞാനിവിടെ 2 ലെയറാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ബോർഡിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ട് ഒരു കപ്പ് കേക്ക് വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യാം. ഞാനത് ചെയ്യുന്നില്ല. അതിനുശേഷം കുറച്ച് ക്രീം മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതിനൊന്ന് സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്തും. അതിനുശേഷം ഞാൻ എൻ്റെ മുകളിൽ കുറച്ച് പിസ്താഷ്യോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത കപ്പ് കേക്ക് എടുത്ത് അതിൻ്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് ഫുള്ള് കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി പാലറ്റ് നൈഫ് കൊണ്ട് ചെറുതായിട്ട് ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു സ്ക്യൂർ ഇതുപോലെ നടുക്കൂടി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. കേക്ക് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ ഇതുപോലെ തന്നെ 3 മിനി കേക്ക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ടോപ്പറായിട്ട് ഞാനിവിടെ ഫോണ്ടൻ്റ് വെച്ചിട്ട് യൂട്യൂബ് 1K എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് സ്റ്റാർ സ്പ്രിങ്കിൾസ് സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര തന്നെയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.